നബി റളിയല്ലാഹു തആല അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ. പരിശുദ്ധ റമളാൻ 3 ഫാത്തിമ ബീവിയുടെ അനുസ്മരണ ദിനമാണ്. ഹിജറയുടെ 18 വർഷം മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 35-ാം വയസ്സിൽ നബുവത്തിൻ്റെ 5 വർഷം മുമ്പ് 4ാമത്തെ മകളായാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫാത്തിമ ബീവി ജനിക്കുന്നത്. ഖദീജ ബീവിയാണ് മാതാവ്. രൂപത്തിലും ഭാവത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തനിപ്പകർപ്പായിരുന്നു മഹദി. സന്താനങ്ങളിൽ നബിയുമായി ഏറ്റവും കൂടുതൽ സാമ്യതയുണ്ടായിരുന്നത് ഫാത്തിമ ബീവിക്കായിരുന്നു. ആകൃതിയിലും പ്രകൃതിയിലും ഇരുത്തത്തിലും നടത്തത്തിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തനിപ്പകർപ്പ് തന്നെയായിരുന്നു ഫാത്തിമ ബീവി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു സദസ്സിലിരിക്കുകയാണെങ്കിലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അങ്ങോട്ട് കയറി വന്നാൽ അവിടുന്ന് മകളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുകയും ചുംബനം നൽകുന്നതും പതിവായിരുന്നു. യഥാസ്ഥാനത്ത് ഇരുത്തുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസരത്തിൽ പറയുകയുണ്ടായി, സ്ത്രീകളിൽ നിന്ന് ഇമ്രാൻ്റെ മകളായ മറിയം ബീവി, ഫിറഔൻ്റെ ഭാര്യയായിരിക്കുന്ന ആസിയ ബീവി, ഖുവൈലിദിൻ്റെ മകളായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും എൻ്റെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം. പണ്ഡിത വനിതയും ബുദ്ധിമതിയുമായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. മഹദിയായിരിക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തിരിക്കുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ 5 മക്കൾ അവർക്ക് ജനിച്ചു. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, മുഹ്സിൻ റളിയല്ലാഹു അൻഹു, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹു, സൈനബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഫാത്തിമ എന്നിൽ നിന്നുള്ളവളാണ്, ഫാത്തിമ എന്നിൽ നിന്നുള്ള ഒരു ഭാഗമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഒരു പിതാവ് ഒരു മകളെ ചേർത്ത് പറയാൻ എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ വാക്ക് ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്ന വാക്കാണ്. ഹിജറ 11-ാം കൊല്ലം റമളാൻ 3 ചൊവ്വാഴ്ച രാവിലെ മഹദി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 29 വയസ്സ് പ്രായം സമയത്താണ് മഹദി വഫാത്താകുന്നത്.